മുമ്പ് അവരെ തമ്മിൽ തല്ലിക്കാൻ നോക്കിയപ്പോ അവരൊരുങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പൊ അവരൊരുങ്ങി. തമ്മിൽ തല്ലി ചാവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നീ ഇത് കൽപ്പനയെ വിളിച്ചു പറഞ്ഞൊന്നുമില്ലല്ലോ. ഏയ്, അവളിപ്പോ എസ്റ്റേറ്റിലല്ലേ. ഞാനിപ്പോ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. വിവരം അറിഞ്ഞിട്ടെത്തിയാ മതി സൂര്യയും കൽപ്പനയും. നാളെ രാവിലെ തന്നെ വിവരം അറിയിക്കാം നമുക്ക്. ദേവേട്ട, 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 ദേവേട്ട. കർമ്മങ്ങൾ പൂർത്തിയാക്കാതെ അച്ഛൻ മടങ്ങിപ്പോവില്ല കേട്ടോ. ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിച്ചത് വരുണിനെയും നിന്നെയും ഒന്നിച്ചു ചേർക്കല. അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ മനസ്സിൽ. അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാ അച്ഛൻ ജീവനോടിരിക്കുന്നത്. ദേവേട്ട, ഇനി ഒരു കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? യശോദേ, മരണം എല്ലാവരുടെയും കൂടെ തന്നെയുണ്ട്. പക്ഷേ മരിക്കാൻ കിടക്കുമ്പോൾ ചില തെളിഞ്ഞ ചിത്രങ്ങൾ കൺമുമ്പിൽ വരുന്നു. അങ്ങനെ തെളിഞ്ഞ ചിത്രമാണ് വരുണും രാധികമോളും. ഓ, കണ്ണു തുറന്നപ്പോഴേക്കും ഇതിന്റെ ചർച്ചയാണോ നടക്കുന്നേ? വേറെ ഒന്നും കിട്ടിയില്ലേ നിനക്ക് ഇവനെ കൊണ്ട് സംസാരിപ്പിക്കാൻ? ഞാനാ സംസാരിച്ചതമ്മേ. ആ, സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ദേവാ, നീ ഏതവസ്ഥയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാലും ഇത് ഞാൻ സമ്മതിച്ചു തരില്ല. എന്താ ഇവിടെ നോക്കൂ, നിങ്ങൾ മൊത്തത്തിൽ ഒരു പൊതുശല്യമായി മാറിയിരിക്കുക. ഇദ്ദേഹത്തിന് മാത്രമല്ല, മറ്റുള്ള പേഷ്യൻസിനെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ. ദയവ് ഇത് നിങ്ങൾ പുറത്തിറങ്ങണം. ഇറങ്ങാൻ. ശരി മോളെ. ക്ഷമിക്കണം ഡോക്ടർ, എല്ലാവരും ഒരു പ്രശ്നത്തിന്റെ പുറകെയാണ്. അതാ ഇങ്ങനെയൊക്കെ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞങ്ങൾക്ക് നിങ്ങളുടെ കണ്ടീഷൻ മാത്രമല്ലേ നോക്കാൻ പറ്റൂ. കിട്ടിയ ജീവൻ കൊണ്ട് ദേവൻ ചിലപ്പോ ഇത് നടത്താൻ നോക്കും. പക്ഷെ ഉള്ള ജീവൻ കളഞ്ഞിട്ടായാലും ഞാനിത് തടഞ്ഞിരിക്കൂ യശോദേ.